യവനിക ഉയരുന്നിവിടെ ഇതിൽ തന്നെ കേട്ടണം. ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ തീരണം. അതിട്ട് കുഴപ്പമില്ല, നീ കറക്റ്റ് ആയിട്ട് നോക്കാൻ ചെയ്താണ്. മനസ്സിലായില്ലേ? ഹലോ, അതെ 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 അതെ. ഓ, അറിഞ്ഞതൊക്കെ സത്യാണ്. 30 വർഷത്തെ എൻ്റെ നാടക ജീവിതത്തിനൊടുവിൽ എൻ്റെ നാട്ടിൽ എൻ്റെ ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം എനിക്ക് തരേണ്ടി വന്നു നാട്ടുകാർക്ക്. അതെ, നാടകം അഴിച്ചുപണിയാണ്. 2-3 സീൻ ഞാനൊന്ന് അഴിച്ചുപണി. കാരണം എൻ്റെ നാട്ടിൽ നാടകമാണല്ലോ. സാധാരണ എല്ലായിടത്തും ചെല്ലുമ്പോൾ എന്നെ ചൂലം കുത്തി വിടുകയാണല്ലോ. ആ അനുഭവം നമുക്ക് നാട്ടിലുണ്ടാകരുത്. കേട്ടത് ശരിയാ, വീട്ടിൽ തന്നെ ക്യാമ്പില്. അതൊരു പുതിയ പ്രൊഡ്യൂസർ വന്ന് ചാടിയിട്ടുണ്ടെന്നേ, ഒരു നാടക പ്രേമി. പുള്ളി 2.5 ലക്ഷം രൂപ മുടക്കി. ഓക്കെ 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 കാര്യങ്ങളൊക്കെ എന്റെ സാറേ, എല്ലാ ആർട്ടിസ്റ്റുകളും വരും. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം താൻ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. എന്താണ്? അതായത് കഴിഞ്ഞ വർഷത്തെ തന്റെ നാടകങ്ങളൊക്കെ വട്ടം പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ നാടക സമിതി ഏറ്റെടുക്കണം. മനസ്സിലാവണ്ട? അതെ, മനസ്സലിഞ്ഞിട്ട് 2.5 ലക്ഷം രൂപയാണ് ഞാൻ ഈ നാടകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ഈ 2.5 ലക്ഷം എനിക്ക് തിരിച്ചു കിട്ടും. അത് പോയി കിട്ടി. എന്റെ സാറേ, 2.5 ലക്ഷം രൂപ സാറ് മുടക്കിയല്ല. അപ്പൊ അത് പോയി. ഇനി നമ്മൾ നാടകം കഴിച്ചു കഴിഞ്ഞ് സാറിന് അത് തിരിച്ചു കിട്ടും. അതാണ് പോയി കിട്ടി എന്ന് ഞാൻ പറഞ്ഞു. തിരിച്ചു കിട്ടണം എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്തൊരു സെലിബ്രിറ്റി വേണമെന്ന് പറഞ്ഞിരുന്നു. സെലിബ്രിറ്റി ഉണ്ടല്ലോ. ആരാണത്? അരിവക്കുറ്റി അരവണ തീരേഴ്സിന്റെ നായകനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം ഇപ്പൊ സീരിയലിലൊക്കെ ഉണ്ട്. മനോഹരം എന്ന സീരിയൽ അഭിനയിക്കുന്ന മനോഹരൻ സെലിബ്രിറ്റി ആയിട്ട് ഈ നാടകം കളിക്കാന്ന് പറഞ്ഞേക്കെ. പിന്നെ മനോഹരം സീരിയൽ ഞാൻ ഡെയിലി കണ്ടോണ്ടിരിക്കണല്ലേ. പിന്നെ എന്റെ സെൻട്രൽ ക്യാരക്ടറിന്റെ കാര്യം എന്താണ്? സാറ് ഇതില് സെൻട്രൽ ക്യാരക്ടർ, വേറെ ആരുമല്ല. അത് മതി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിലുള്ള നടി നടന്മാരൊന്നും എനിക്ക് പരിചയമില്ല. എല്ലാരും ഞാൻ പ്രൊഡ്യൂസർ പരിചയപ്പെടുത്തണം, പ്രത്യേകിച്ച് നടിമാരെ. ഞാൻ ഈ നടിമാരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചഭിനയിക്കുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടാ? എങ്ങനെ? ഈ നടിമാരുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടാന്ന്? സാറിന് നടിയുടെ കയ്യിൽ പിടിക്കണം, അതാ സെൻട്രൽ ക്യാരക്ടർ ചെയ്യണം? എനിക്ക് നടിയുടെ കയ്യിലും പിടിക്കണം, അഭിനയിക്കും വേണം. അഭിനയിക്കുന്ന കൂട്ടത്തിൽ കയ്യിൽ പിടിക്കാലോ. ഇത് ഏതാണ് ഈ കാട്ടുവള്ളി? അയ്യോ, ഇത് പങ്കൻ, നമ്മുടെ ലൈറ്റ് ചെയ്യുന്ന, സ്ഥിരമായിട്ട് ലൈറ്റ് ചെയ്യുന്ന പങ്കൻ. ഒരു മിനിറ്റ്, പ്രൊഡ്യൂസറാണ് പങ്കൻ. നമസ്കാരം. അതെ, ഞാനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, സെൻട്രൽ ക്യാരക്ടർ ഞാനാണ്. അപ്പൊ ഞാൻ ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മൂലയിൽ പോകുമ്പോ എന്റെ പുറകിൽ വെളിച്ചുണ്ടാവണം. വെളിച്ചുണ്ടാവണം. അതെ, എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു ലൈറ്റ് എടുത്ത് തലയിൽ അങ്ങ് സെറ്റ് ചെയ്ത് തന്നാലോ? അതാകുമ്പോ എവിടെ പോയി കഴിഞ്ഞാലും താങ്കൾക്ക് വെട്ടം കിട്ടും. ഇവനെ മാറ്റാൻ പറ്റുമോ? ഇവനെ മാറ്റണോട്ടാ. കുഴപ്പമില്ല സാർ, അവനിങ്ങനെ ഇത്തിരി അധിക പ്രസംഗിയാണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. കറക്റ്റായിട്ട് ലൈറ്റ് ചെയ്തോളൂ. എന്താടാ? എന്താ ഇത് കണ്ടാ? ഇതെന്താണെന്നറിയാമോ? ഇത് ലൈറ്റ് വെട്ടി. ഇതെന്റെ ചോറാ. ഓ ശരിയാ, നിന്റെ ചോറാ. അതിന് ഞാൻ എന്ത് ചെയ്തു? നിന്റെ ചോറ അതല്ല പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നാടകം കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കമ്മിറ്റിക്കാരോട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ സ്റ്റേജിൽ നോക്കിയപ്പോ ആശാന്ന് അവിടെ നിന്ന് കളർ ലൈറ്റ് നിന്ന് കത്തിച്ച് കളിച്ച് കളിക്കും. ഒരു ഒറ്റ അടിയാന്നല്ല. എന്ത്? ഞാൻ കളർ ലൈറ്റ് ഇട്ടെന്നാ? ഇടത് നാടകം പൊളിച്ചിട്ട് കമ്മിറ്റിക്കാര് ഖജാൻജി സെക്രട്ടറിയും കൂടി എന്നെ കൊണ്ടുവന്ന് ഈ സ്വിച്ച് ബോർഡിട്ട് എന്റെ തലയിട്ട് ഒരച്ചതാണ്. അല്ല, ഞാൻ കളർ ലൈറ്റ് അടിച്ചതല്ല. നീ എന്നെ ഈ പറയണം? ആവശ്യമില്ലാത്ത പണി പറയണമെന്ന് പറഞ്ഞു. ഒരു ചെയ്യണം. നാടകം പൊളിച്ചിട്ട് ആവശ്യമില്ല. നമസ്കാരം. ഇതാരാണത്? അയ്യോ, മനസ്സിലായില്ലേ? ഇല്ല. മോഷണത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയതാ. ഈ കളികളൊക്കെ ഇങ്ങോട്ട് കയറി കള്ളിയല്ല, മോഷണം എന്ന നാടകത്തിന് സംസ്ഥാന അവാർഡ് മേടിച്ച നടിയാ. നടിയാണോ? എനിക്കറിയില്ലായിരുന്നു. എന്താണ് പേര്? ആറ്റുകാൽ രംഗീല എന്ന് കേട്ടിട്ടുണ്ടോ? ആറ്റുകാൽ പൊങ്കാല എന്ന് കേട്ടിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയല്ല, ആറ്റുകാൽ രംഗീല. ഞാനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, പിന്നെ സെൻട്രൽ ക്യാരക്ടർ ഞാനാണ്. അപ്പൊ ഷക്കീല? ഷക്കീലല്ല, രംഗീല. സ്വഭാവമുള്ള ഷക്കീലയുടെ പേര് രംഗീല. പിന്നെ ആശാനെ എന്തോ മനോഹരേട്ടൻ. അയ്യോ, മനസ്സിലായോ? ഈ സമിതിയിൽ തന്നെ കളിച്ച് ഇപ്പൊ സീരിയലുള്ള മനോഹരൻ വരുമെന്ന് ചോദിക്കണം. എല്ലാരും ഉറ്റുപോയിക്കൊണ്ടിരിക്കുക. മനോഹരൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഈ നാടകം നമ്മൾ തകർക്കും, ഒരിക്കും എന്നുള്ള കാര്യം. അത് മതി. പിന്നെ ആ ബാഗ് അവിടെ കൊണ്ടുവച്ചു. നാളെ സീനൊക്കെ പറഞ്ഞുതരാം. ഈ സീൻ കൂടെ നാടകമായിട്ട്. ഓക്കെ. ഞാനോ? മനസ്സിലായില്ലേ? ഇല്ല. ആശാൻ മനസ്സിലായില്ലേ? ഇത്ര ഫേമസ് ആയ എന്നെ കണ്ടു മനസ്സിലായില്ലേ? അല്ല, എനിക്ക് ഈ ശബ്ദം നല്ല പരിചയമുണ്ട്, പക്ഷെ രൂപത്തിലൊരു ഇതാണ് ഈ രൂപമാറ്റത്തിന്റെ ഒരു പ്രശ്നം. അതായത് വേഷപ്പകർത്ത് ശരിയായി കഴിഞ്ഞാൽ ഇതാണ് ഈ പ്രശ്നം. ഇതെന്തിന് വിഗൊക്കെ വെച്ചിട്ട് മനോഹരാണ്. അല്ലെ, ആശാനെ വെളിയിറങ്ങാൻ പറ്റുന്നില്ല. മനോഹര സീരിയൽ കണ്ടിട്ട് ആൾക്കാർ എന്റെ പുറകെ വരുന്നു, ആരാധകരി. ഈ വിഗും ഞാൻ ഈ കണ്ണാടിയൊക്കെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ആൾമാരൊക്കെ നടത്തി രക്ഷോട്ട് പോകും. എന്റെ മനോഹര, ഞാൻ പറഞ്ഞില്ലേ, മനോഹര സീരിയലില് മനോഹരനായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഹലോ മനോഹരൻ. ഓ ഹലോ. മനോഹരം സീരിയൽ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ കാണുന്നുണ്ട്. ഇത്രയാളും എപ്പിസോഡ് കണ്ടിട്ട് തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ.
എല്ലാ എപ്പിസോഡിലുള്ള എന്നെ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇന്നേ വരെ കണ്ടിട്ടില്ല? ഇല്ലടോ, തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. എപ്പിസോഡ് നമ്പർ 27 കണ്ടിട്ടുണ്ടോ? 27 എപ്പിസോഡ് ഞാൻ കണ്ടു, പക്ഷെ തന്നെ കണ്ടില്ല. 28 കണ്ടു, പക്ഷെ തന്നെ കണ്ടില്ല. എപ്പിസോഡ് നമ്പർ 29 കണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ കാണുന്നതാണ് ഈ എപ്പിസോഡൊക്കെ. അത് ശരി. അതെ. അപ്പൊ കുത്തിയിരുന്ന് ഇത് തന്നെ പരിപാടി? എനിക്ക് എന്റെ ഭാര്യയ്ക്കും ഇതല്ലേ പരിപാടി. ഓക്കെ. താങ്കൾ കാണാത്ത ഏതെങ്കിലും എപ്പിസോഡ് ഉണ്ടോ? കാണാത്ത എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു 30-31 എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. അവിടാണ് പണി നടക്കുന്നത്. ഈ 30-31 എപ്പിസോഡിലാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ 32ാമത്തെ എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു, തന്നെ കണ്ടില്ല. അതെങ്ങനെ കാണും? ഈ 31ാമത്തെ എപ്പിസോഡിലാണ് നായകനായി എന്നെ കല്യാണ വീട്ടിൽ വെച്ച് പാമ്പ് കടിക്കുന്നു. ഈ സമയത്ത് എന്നെ അമേരിക്കയിലേക്ക് ഐസിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ ചികിത്സയ്ക്ക്. ഇപ്പൊ അമേരിക്കയിലാണുള്ളത്. ഇപ്പൊ ഇവിടെയാണുള്ളത്. അത് ഞാൻ എന്റെ ക്യാരക്ടർ ഇപ്പോൾ മുഖത്ത് മാസ്ക് വെച്ചിങ്ങനെ ശ്വാസം പിടിച്ച് അവിടെ അമേരിക്ക കിടക്കുന്നേ ഉള്ളൂ. 2 എപ്പിസോഡ് കാണാണ്ട് പോയേണ്ട ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഇനി കണ്ടോളാം കേട്ടോ. ഫേമസ് ആവുള്ളേ. മനോഹരേട്ടൻ എന്നെ മനസ്സിലായോ? അയ്യോ, എനിക്ക് അങ്ങോട്ട് ഈ മുഖത്തേട്ടൊന്ന് നോക്കിട്ട് പറ. അല്ല, ഞാൻ മുഖത്തൊക്കെ തന്നെയാണ്, ഞാൻ വേറെ അങ്ങോട്ട് നോക്കുന്നില്ല, മുഖത്തൊക്കെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എനിക്ക് ആളെ മനസ്സിലായില്ല, അതാണ് ഞാൻ. നമ്മളെ പൂഞ്ഞാറ് നവതാരയിലെ ഒരു കൊല്ലം പൂഞ്ഞാർ നവതാര എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കരിങ്കോഴി നാടകം കളിക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടോ? പിന്നല്ലാതെ. ഭഗവാനെ, ഇതെന്തോ അച്ഛനെ ജാടയല്ല കേട്ടോ. അല്ല, എനിക്ക് മനസ്സിലായി. എന്താ സീരിയൽ നടിമാരാണ് തലേ കയറി കിടക്കുന്നത്. പെട്ടെന്ന് ഏതൊക്കെ നടിമാരെന്നുള്ള ഓർക്കുന്നില്ല. അല്ല, എന്താണെന്നറിയാം, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് ഒന്ന് പറയാമോ? കാരണം എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും, എനിക്കൊന്ന് ഓർമ്മ കിട്ടാൻ പരുവത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞാങ്കി ഓർമ്മയില്ല. ചെറിയൊരു ഇൻസിഡന്റ് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഓർക്കും. ഇൻസിഡന്റ് പറഞ്ഞാൽ ഓർക്കും. ഈ നിക്കണ മനോഹരനുണ്ടല്ലോ, പെണ്ണുപിള്ളേരെ കൂട്ടിക്കൊണ്ട് എന്റെ വീട്ടിൽ വന്നിട്ട് മൂക്കുമുട്ട വെട്ടി വെച്ച് പോയതടുത്ത് 2000 മേടിച്ചോണ്ട് മുങ്ങിയ മനുഷ്യനാണ്. പിന്നെ പരിപാടി സ്ഥലത്ത് വെച്ചിട്ട് നടി ഉഷേനെ ഉഷയല്ല, പിന്നെ ഈ ഗ്രീൻ റൂമിൽ ഒരു ഉഷയുടെ ഫാൻ കറങ്ങിയിട്ടിരുന്നു. അപ്പൊ ഞാൻ കൈ പൊക്കിയപ്പോഴത്തേന് ഇങ്ങനെ തട്ടാൻ പോയപ്പോ നടി ഉഷയാണ് വന്ന് കൈ പിടിച്ച്, അല്ല എന്റെ കൈ അച്ചു പോയത്. ഓർമ്മയില്ലെങ്കിൽ പറയാം. മതി, എനിക്ക് ഓർമ്മ വന്നു. പരിചയമുണ്ടോ? ഇത്രയും വലിയ ഇൻസിഡന്റ് ഒക്കെ മനസ്സിൽ വെച്ചിട്ടും ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു കളിയല്ലേ. ഇനി വേറെ ഇൻസിഡന്റ് ഒന്നും പറയണ്ട കേട്ടാ, എനിക്കറിയാവുന്ന ആളാണ് നടി പ്രമീള, കുറ്റാലം പ്രമീള. എനിക്ക് ഓർമ്മയുള്ള അന്ന് അവള് പ്രമീളയായിരുന്നു. സൂപ്പർ നടിയാട്ടോ. ഒരുപാട് ഇൻസിഡന്റ് എന്റെ അവർക്ക് അറിയാവുന്ന. ഞാൻ ചോദിക്കട്ടെ, ഇനി വേറെ എനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവോ? ഇനി വസന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ തുടങ്ങാം. വസന്ത ഈ നാടകത്തിലുണ്ടോ? വസന്ത അറിയോ? വസന്ത ഉണ്ടോ ഇതില്? ഭഗവാനെ, കള്ളക്കളികളെല്ലാം ഓരോന്നായിട്ട് പൊളിയുമല്ലോ. വർഷങ്ങളായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ആളാണ് വസന്ത. പിന്നെ നാടകത്തിൽ എത്തിയ വർഷം. അപ്പൊ വസന്തയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനോഹരൻ ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ ഞാൻ ഇഷ്ടംപോലെ സമിതികളിൽ വർഷങ്ങളായിട്ട് നിരവധി വേഷങ്ങൾ. കാരണം കാണികൾ ആകാംക്ഷപൂർവ്വം ഞാനും വസന്തയെ ഒന്നിക്കുന്നു പറയുമ്പോൾ അത് തന്നെ കാണാൻ ഒരു ഹരമായിരുന്നു. വസന്ത വരുന്നുണ്ടല്ലോ. ഇപ്പോഴേ വരുത്തരുത്. എന്താണ്? കാരണം സർപ്രൈസ് കൊടുക്കാം. എന്ത് സർപ്രൈസ്? ഞാൻ അന്ന് വസന്തയെ കാണുന്ന ഞങ്ങൾ ഒന്നിച്ച് നാടകം കളിക്കുന്ന സമയത്ത് ഞാൻ വെറും നാടകം നടനാണ്. ഇപ്പൊ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാണ്, സീരിയൽ നടനാണ്. അപ്പൊ അവക്കത് കാണാൻ ഒരു സന്തോഷം, വസന്തയെ കാണാൻ ഒരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞിരിക്കാം. വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ തിരിയുന്നു. അതൊക്കെ വേണോ മനോഹര? സർപ്രൈസ് കൊടുക്കാം. ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം. നാടകങ്ങൾ. ഞാൻ പ്രൊഡ്യൂസറാണ്, വസന്തനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി. വസന്ത സാറിന്റെ റൂമിലാണ് ഞാൻ അക്കോമഡേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ നിൽക്കുന്നത് മനോഹരൻ. മനോഹര, വസന്ത എത്തി. എത്തിയോ? എന്റെ വസന്തകുമാരി, എത്ര വർഷം നമ്മൾ നാടകത്തിൽ. എന്റെ വസന്ത, ഇതേതായി കരിവുണ്ട്? ഇത് വസന്തൻ, വസന്തകുമാർ. അല്ലപ്പോ വസന്തകുമാരി അല്ലായിരുന്നു എന്റെ കൂടെ നാടകത്തിൽ ഉണ്ടായിരുന്ന? നടിയല്ല, നടനാണ്. നീ എന്താ വിചാരിച്ചു? അയ്യേ, എന്റെ 5 ചുംബന മൃഗയല്ലേ. അച്ഛനെ, ഞാൻ ആശുപത്രി പോയിട്ട് വരാം. എന്ത് കാര്യത്തിന്? ഈ കരുത്ത് കണ്ട എന്റെ ചുണ്ട് കടിച്ച് പറിച്ച ഈ സാധനം ഒന്ന് കുത്തിവെപ്പെടുക്കണം എനിക്ക്. കുത്തിവെപ്പെടുക്കാനായിട്ട്? അതെ, ഈ വസന്തയാണ് എന്റെ കൂടെ റൂമിൽ കിടക്കാൻ വേണ്ടി. സാറിന്റെ കൂട്ടത്തില് എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഇയാളെന്റെ റൂമിൽ ഒന്ന് കിടന്നോട്ടെ, ഞാൻ വേറെ റൂമിൽ പോയി കിടന്നോളാം. താനിപ്പോ കടിച്ചാരാന്നറിയാവോ? ഇവിടെ ദേശീയ അവാർഡ് മേടിച്ച ഒരു നടനെയാണ് താൻ കടിച്ചത്. ദേശീയ അവാർഡോ? തനിക്കോ? നാടകത്തിനോ? ഏത് നാടകത്തിൽ? നാടകത്തിനല്ല. എടോ, ആലുവക്കടുത്ത ദേശത്താണ് എന്റെ വീട്. ആ ദേശത്തുള്ള എല്ലാവരും കൂടി എനിക്ക് ഒരു അവാർഡ് തന്നു. അതെന്റെ ദേശീയ അവാർഡല്ലേ? അങ്ങനെ ദേശീയ അവാർഡ് മേടിച്ച താനാണ് എന്നെ ഈ കടിച്ചു പറിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ വീട് കുണ്ടന്നൂരാണല്ലോ. എനിക്ക് വേറെ ഒരു അവാർഡ് കിട്ടിയിട്ടില്ലല്ലോ. കളിക്കാൻ തരാണോ? എന്റെ മനോഹര, ഒന്ന് വെറുതെ ഇരിക്കും. അപ്പൊ രാവിലെ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. അത് പറയണമെന്ന് കേക്ക്. എന്റെ നാട്ടിൽ 30 വർഷത്തെ എന്റെ സേവനത്തിനിടയിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു പരിപാടിയാണ് എന്റെ നാട്ടിൽ കിട്ടിയിരിക്കുകയാണ്. അതാണ് ചെറിയൊരു പൊളിച്ചുപണിയോടി അവിടെ അഭിനയിക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അവരെന്നെ ശൂലം കുത്തും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. രണ്ടുപേരും കോംപ്രമൈസ് ആണ്, വഴക്കുണ്ടാക്കരുത്. ആയിക്കോട്ടെ. അതെ, അപ്പൊ അങ്ങനെ ഒരു പണി ചെയ്യാം. ഇവർക്കൊക്കെ നിങ്ങളുടെ നാടകത്തിന്റെ കഥ എന്താണെന്ന് അറിയാം. എനിക്ക് ഇതുവരെ കഥ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കഥാസാരം പറയും. എന്റെ പൊന്നെ, കഥാസാരമൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഞാൻ പറയണം. സ്ക്രിപ്റ്റ് അയച്ച് തന്നു, പക്ഷെ എനിക്ക് ഫുള്ള് നോക്കാൻ പറ്റില്ല. സീരിയലിന്റെ തിരക്കില്ല. ഡയലോഗ് പഠിച്ചിട്ടില്ലേ? അല്ല, ഏകദേശം ഞാൻ പഠിച്ചു. ഷോർട്ടായിട്ടൊന്ന് പറയാം. ഇതൊരു ഇല്ലത്തെ കഥയാണ്. ഇല്ലാത്ത കഥയാണെങ്കിൽ പറയാം. ഒരു ചടിയാൻ തരും പ്രൊഡ്യൂസർ. ഇല്ലത്തെ കഥയാണെന്ന്. ഓ, ഇല്ലം.
അന്തസ്സും ആഭിജാത്യമുള്ള ഒരു ഇല്ലം. നടക്കില്ല. അഭിജിത്തുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കില്ല. അഭിജിത്തുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കില്ല. മനോഹര, അഭിജിത്തല്ല, ആഭിജാത്യമുള്ള ഒരു ഇല്ലമാണെന്നാണ് പറഞ്ഞത്. ഈ ഇല്ലത്തെ ഉണ്ണി നമ്പൂതിരിയാണ് നമ്മുടെ കഥയിലെ നായകൻ. അപ്പൊ ഈ ഉണ്ണി നമ്പൂതിരി ആയിരിക്കും നാം. ഇത് ഉണ്ണി നമ്പൂതിരിയല്ല, ഇത് കരിഞ്ഞ ഉണ്ണിയപ്പം. പോടെ ഇവിടെ അതിനാണ് സെലിബ്രേറ്റ് വിളിച്ചേക്കുന്നത്. ഉണ്ണി നമ്പൂതിരിയായിട്ട് മനോഹരനാണ് അഭിനയിക്കുന്നത്. ഈ ഉണ്ണി നമ്പൂതിരി ഒരു ക്രിസ്ത്യാനി പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. അവളുടെ പേരാണ് റോസി. അപ്പൊ റോസി ആയിരിക്കും ഞാനല്ലേ? നീയാ ഇവിടെ വസന്തെ റോസി ആയിട്ട് രംഗീലാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഈ റോസി ആയിട്ടുള്ള പ്രണയം ഇതില്ലത്തറിയാണ്. ഈ സമയത്ത് റോസിയുടെ കസിൻ റോബർട്ട് ഒരു ബൈക്കുമായിട്ട് അങ്ങോട്ട് എത്തുന്നു. ആ റോബർട്ടായിട്ടാണ് വസന്ത അഭിനയിക്കേണ്ടത്. ഓഹോ, റോബർട്ട്. ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് ഇതിൽ. പിന്നെ റോബർട്ടായിട്ട് റോബർട്ടായിട്ട് കസിൻ റോബർട്ട് അയാളുടെ പേരാണ്. ഈ റോബർട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് നായിക കുളിച്ചീറിനടുത്തുകൊണ്ട് ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നു. അവിടെ ഇന്റർവ്യൂല്. ഓ, ഇത് വിഷയവും എന്റെ സീരിയൽ ഫീൽഡിനെ ഇത് ബാധിക്കും. എന്ത് പറ്റി? വിഷയവും. കാരണം നായിക ഇവളാണല്ലോ നായിക. അതെ. കുളിച്ച് ഈറിനെടുത്ത് നേരെ കയറി വരുന്നു. ഉമ്മറാണ് പഴിയായിരിക്കണ. ഉമ്മറൊന്നും കണ്ടാ വിടൂല, ഉമ്മർ കയറി പിടിക്കും. ഉമ്മറല്ല, ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴേ ഈ കഥയിൽ എന്തെങ്കിലും സംശയം? എനിക്ക് വേറെ കാര്യം പറയാണ്ട്. ഇതിലെന്താണ് എന്റെ സെൻട്രൽ ക്യാരക്ടർ എന്താ? അത് പറഞ്ഞല്ലോ. അയ്യോ, സാറിന്റെ സെൻട്രൽ ക്യാരക്ടർ സാറ് തന്നെയാണ്. അതായത് സാറ് ഈ ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛനാണ്, വാമദേവൻ. നമ്മൾ തമ്മിലായിട്ട് കോമ്പിനേഷൻ. അപ്പൊ അഭിനയ സാധ്യതയുള്ള സാധനമാണ്. അഭിനയ സാധ്യതയുണ്ട്. അതായത് ഈ വാമദേവൻ നമ്പൂതിരിയുടെ കൈയും കാലും ഒക്കെ ജന്മനാ തളർന്നു കിടക്കുകയാണ്. പക്ഷേ ഉണ്ണി നമ്പൂതിരി ഉൾപ്പെടെ 5 മക്കളുടെ അച്ഛനാണ്. കൈയും കാലും ഒക്കെ തളർന്ന് നന്നായി, അല്ലെങ്കിൽ ഇവിടെ ഒരു അംഗനവാടി തുടങ്ങേണ്ടി വന്നു. കൈയും കാലം തളർന്നെന്ന് പറഞ്ഞാൽ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, മിണ്ടാതെ ഇങ്ങനെ കിടക്കും, ഒരു മാംസപിണ്ഡമായിട്ട് ഇവിടെ കിടക്കും. പെർഫോമൻസിന് ഒരുപാട് സാധ്യതകളുള്ള സാധനമാണ്. ഒരുപാട് സാധ്യത. ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാമദേവൻ ഇങ്ങനെ ആകാശം നോക്കി കിടക്കുമ്പോൾ പൊക്കത്ത് കൂടി പോകണ ഒരു പൂച്ച വന്ന് തലേ വീണ് വാമദേവൻ ചാവുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെൻട്രലായിട്ട് കിടത്തും സ്റ്റേജിന്റെ. അതാണ് സെൻട്രൽ ക്യാരക്ടർ. പോരെ? സൈഡിലേക്കൊക്കെ മാറി കിടക്കാവുന്നു. സൈഡിലോട്ട് മാറി മരിച്ചുപോയില്ലേ? ഉഗ്ര ക്യാരക്ടർ. സംശയമുണ്ട്. എന്താണ്? ഈ ഇന്റർവെല് കഴിഞ്ഞിട്ടേ ഞാൻ എപ്പോഴാ പറയണത്? ഇന്റർവെല് വരെ പോവാന്ന് ആദ്യം നോക്കട്ടെ, ഇന്റർവെല് കഴിഞ്ഞുള്ള കാര്യം. രംഗീല, ഇങ്ങനെയുള്ള സംശയങ്ങളാണോ ആശാനോട് ചോദിക്കുന്നത്? ഇങ്ങനെ സെലിബ്രിറ്റീസിന്റെ കൂടെ ഇത്തരം കുട്ടികളെ വിളിക്കില്ല. അവരൊക്കെ പുതിയ പിള്ളേരല്ലേ? അതൊന്നും അല്ല ആശാന, എനിക്കൊരു സംശയമുണ്ട്. അതായത് ഈ ലൈറ്റ് ചെയ്യുന്ന പയ്യന്റെ പേരിന് പങ്കൻ. ഈ പങ്കനും നടി രംഗീലയായിട്ട് എന്തോ ഒരു ഡിങ്കോൾ ടാഫി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇതാണോ നാടകത്തിലെ സംശയം ചോദിക്കാൻ പറഞ്ഞത്? ഒരു പ്രാവശ്യം ഞാൻ നാടകം കണ്ടല്ല. അപ്പൊ ഈ രണ്ടാമത്തെ സീൻ കഴിച്ച് ലൈറ്റ് ഓഫിലാണ് കണ്ട ഇവര് തമ്മിൽ. ഈ സംശയമാണ് എനിക്കുള്ളത്. അതൊന്നുമില്ല, അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല, ഇവര് നാടകം കളിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അതെ, അപ്പൊ നാടകത്തിന്റെ കഥ പറഞ്ഞു. എന്താണ് നാടകത്തിന്റെ പേര്? നാടകത്തിന്റെ പേര് വെറൈറ്റി പേരായിട്ടേക്കണം. എന്റെ നാട്ടിൽ കൂടി കളിക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് പേരിനൊരു വ്യത്യസ്തതയുണ്ട്. ഞാൻ അനൗൺസ് ചെയ്യാം. ഹലോ ടെസ്റ്റിംഗ്, ഹലോ. അപ്പൊ തുടങ്ങാലോ. ബാക്കി സീനുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. കണ്ടിന്യൂസ് അനൗൺസ്മെന്റ് കഴിഞ്ഞാൽ സോങ് കഴിഞ്ഞാൽ മറ്റേ ഡയലോഗിന്റെ കണ്ടിന്യൂറ്റി. ഓക്കെ. ഹലോ ഹലോ ഹലോ. പ്രിയമുള്ളവരെ, അരുക്കുറ്റി അരവണാത്തി ദേശിന്റെ 16ാമത് കലോപഹാരം. പ്രിയമുള്ളവരെ, നാടകത്തിന്റെ പേരാണ് വരൂ നമുക്കൊന്നിച്ചൊരു പുഴുക്ക് തിന്നാം. എന്ത് കഴിക്കാം? വരൂ നമുക്കൊന്നിച്ചൊരു പുഴുക്ക് തിന്നാം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണ നാടകത്തിന്റെ പേരാണ്. അല്ല, കഴിഞ്ഞ വർഷം ഞാൻ ഊരാ കൊടുക്കായിരുന്നല്ലോ. അല്ല സുഹൃത്തെ, ഈ വായെന്ന് പറഞ്ഞ് തുറന്ന് ചിരിക്കാനൊക്കെ ഉള്ളൊരു സാധനമാണ് വാ, കേട്ടോ. ഞങ്ങൾ ഇത്രയും പേര് ചിരിക്കുമ്പോ ഹലോ 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 ഇങ്ങനെ കുടഞ്ഞിട്ടൊന്ന് ചിരിക്കാനുള്ള സാധനമല്ല വാ, ഒതുക്കിയൊക്കെ ഒന്ന് ചിരിക്കാനുള്ള സാധനമാണ് വാ, കേട്ടോ. ഹലോ മാഷേ, ഇതെന്ത് പേരാണിത്? വരൂ നമുക്കൊന്നിച്ചൊരു പുഴുക്ക് തിന്നാം. അയ്യോ, അത് ഭയങ്കര വിഷയവും. കാരണം എന്റെ സീരിയൽ പ്രേമികൾ, എന്റെ നാടക പ്രേമികൾ എന്നെ കളിയാക്കും. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു നാടകത്തിൽ നായനായിട്ട് അഭിനയിക്കുന്ന പറയുമ്പോൾ കാണുന്ന ഓഡിയൻസ് പേര് മുതൽ ശ്രദ്ധിക്കും. അല്ല അച്ഛൻ, ഇത് വരൂ നമുക്ക് ഒരുമിച്ചിരുന്ന് വരൂ, അവിടെ വരെ ഓക്കെയാണ്. പിന്നെന്ത് ചെയ്യണം? പുഴുക്ക് മാറ്റിട്ട് എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഭക്ഷണത്തിന്റെ പേരിടും. അതല്ലേ ഞാനൊക്കെ അഭിനയിക്കുമ്പോൾ അതല്ലേ വേണ്ടത്. എന്നാ പിന്നെ വയ്യാവേലി വേണം. വേറെ സാധനം ഉണ്ട്, ഒരു ഭക്ഷണം ഇടും. ഒരു കാര്യം ചെയ്യും, ഞാൻ കഴിച്ചിട്ടുണ്ട്. അതായത് ഈ ബണ്ണിങ്ങനെ നടുക്ക് വെച്ച് കട്ട് ചെയ്യും, എന്നിട്ട് അതിനകത്ത് ഈ വെള്ള പശ പോലത്തെ ഒരു സാധനം തേച്ചിട്ട് ഈ പുല്ലും വൈക്കോലും പച്ചപ്പുല്ലൊക്കെ എടുത്ത് വെച്ച് സവാള അരിഞ്ഞു വെക്കും. പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ച് ഇങ്ങനെ മടക്കി സൂചിയെ കുത്തി ഒരു സാധനം ഉണ്ട്. വരൂ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ബർഗർ കഴിക്കാം. ബർഗർ കഴിക്കാൻ അത് വേണം. കാരണം ഒരു സീരിയൽ നടൻ ഒരു സജഷൻ പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. ഓക്കെ. 16ാമത് നാടകം വരൂ
നമുക്കൊന്നിച്ച് ഒരു ബർഗർ കഴിക്കാം. അടിപൊളി. അതെ, ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്ന സീരിയലിന്റെ പേരെന്താണ്? ഈ കഞ്ഞിവെള്ളത്തിൽ മറിഞ്ഞു വീണ് ചത്ത കാക്ക. അല്ല, നമുക്ക് പുഴുക്കുന്ന മതിട്ടാ. അല്ല മതി. പക്ഷേ വേറെ കേസ്, എന്റെ അമ്പലത്തിൽ ഞാൻ ഒരു നാടകം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബർഗർ വെച്ച് തന്നെ അടിക്കണം. ഏതമ്പലത്തിൽ? ചേർത്തല കണ്ടാകരണ സ്വാമി ക്ഷേത്രത്തിൽ ഞാൻ നാടകം കൊടുത്തിട്ടുണ്ട്. എന്നോട് ചോദിക്കാൻ നാടകം കൊടുത്തത് അവിടെ നാടകം കളിക്കാൻ പറ്റിയല്ല. ആശാനെ ഞാൻ ഏറ്റുപോയത് കളിക്കാറിയാൻ പറ്റൂല. നാടകം കളിക്കാൻ പറ്റില്ല അവിടെ 3 പ്രാവശ്യം നാടകം ബുക്ക് ചെയ്തതാണ്. കണ്ടാരണ സ്വാമി ക്ഷേത്രം ഒന്ന് അനൗൺസ്മെന്റ് ചെയ്യാൻ പാടാത്തതുകൊണ്ട് 3 പ്രാവശ്യം ആശാ നാടകം എടുത്തില്ല. പിന്നെ നാടകം ബുക്ക് ചെയ്യണം. അമ്പലത്തിന്റെ പേര് മാറ്റി നാടകം കളിക്കാം. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാനില്ല. മര്യാദ നാടകം കളിച്ചാൽ മതി. എനിക്ക് പറയാൻ പാടില്ല, അറിയാൻ പാടാത്ത അമ്പലത്തിൽ ഞാൻ കളിക്കാല്ല. ആശാനെ ഒരു കാര്യം പറഞ്ഞേ, എന്റെ ഫോണിലേക്ക് കുറെ നേരം വിളിച്ച് ആശാനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ആര് വിളിച്ച്? എരമല്ലൂർ അമ്പലത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം നാടകം കളിച്ച് നാടൻ വട്ടം പൊട്ടിയാ പൊളിഞ്ഞിട്ട് ആശാന്റെ കവളത്ത് അവർ ശൂലം കയറ്റിയാ. അതെ, അവരിങ്ങോട്ട് വരണമെന്ന്. ശൂലം കയറ്റിയപ്പോ നാരങ്ങ കുത്തിയില്ലെന്ന്. പൊന്നെ, ഇത് എന്നാ കമ്മറ്റിക്കാരാണ് ഇത്? ഈ കമ്മറ്റിക്കാർക്ക് ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഒരു കാര്യം ചെയ്ത അവന്മാർ അവിടെ വെച്ച് തന്നെ തീർത്ത് ചെയ്യണ്ടേ? പിന്നെ ഇപ്പൊ നാരങ്ങ കുത്താനായിട്ട് ഇങ്ങോട്ട് വരണം. പിന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, മാർച്ച് 17-ാം തീയതി പാളയത്തേക്ക് വരാൻ പറ അമ്പലത്തിന്റെ അടുത്തായിട്ട്. മാർച്ച് 17 നമുക്ക് അവിടെ നാടകം ഉണ്ടല്ലോ. എന്തായാലും അവിടുത്തെ കമ്മിറ്റിക്കാർ എന്നെ ചൂലം കുത്തുന്നുള്ള ഉറപ്പാണ്. ആ സമയത്ത് ഇവർക്ക് നാരങ്ങ കൂടെ വെക്കാം. ഒരു സമയത്ത് 2 പ്രാവശ്യം നടക്കട്ടെ. അപ്പൊ ചൂലം കുത്തി എനിക്കൊരു സോഡാ നാരങ്ങ കുടിക്കാൻ പറ്റില്ലാത്ത അവസ്ഥ. ഇടാവേ സോഡാ നാരങ്ങ കുടിച്ചു കഴിഞ്ഞാൽ ഷവറിൽ നിന്ന് വെള്ളം ചീട്ടുന്ന പോലെ കവിളിൽ നിന്ന് വെള്ളം ചീട്ടണ അറിയാവാ. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ്, അറിയാവാ. അതെ, കഥ പറഞ്ഞത് മതി. നമുക്ക് ഇനി നാടകം തുടങ്ങാം. സോങ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളെ ഡയലോഗിന്റെ കണ്ടിന്യൂറ്റി നോക്കിക്കോണം. സോങ്ങിലാ മാനായിട്ട് നിങ്ങൾ 2 കയറിക്കോ. അല്ല, നമുക്ക് തിരികെത്തിച്ചു തുടങ്ങിയേക്കാം. ഓ, തിരികെത്തിക്കാം. ഓക്കെ, ഒന്ന് പ്രാർത്ഥിച്ചാൽ നാടകം തുടങ്ങുന്നത് നടക്കില്ല. തിരിയില്ലടാ. ഒരു സോങ്ങിന് മുമ്പ് ഞാൻ ഫ്ലിക്കർ അടിക്കുവോ? ലിക്കർ അടിച്ചാൽ കൊന്നുകളയും. ഫ്ലിക്കർ എപ്പ അടിക്കണമെന്ന് ഞാൻ പറയാം, അന്നേരം അടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. തിരികെത്തിക്കണായിട്ട് ഓർത്തിടണം. എല്ലാരും മനസ്സുരുകി പ്രാർത്ഥിച്ചോ. തിരികെത്തിക്കാനായിട്ട് പോകണം. തിരിയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കത്തിച്ചാൽ മതി. ആശാനെ, ഈ തിരികെത്തിക്കുമ്പോൾ നമ്മൾ ചിത കത്തിക്കുന്ന പോലെ ഒരു തോന്നലാണ് ആശാനെ. നമ്മളെല്ലാവരും 16-ാമത്തെ വേദിയിൽ പിന്നെ എന്തിനു നിങ്ങൾ ഇങ്ങനെ പേടിക്കണമെന്ന്? ഞാൻ ആദ്യം തിരികെത്തിക്കണില്ല. ഒരു കാര്യം ചെയ്, ഫയർ സോങ് ഇട്ടോ. പ്രയർ സോങ് ഇട്ടോ. എല്ലാരും പ്രാർത്ഥിച്ചോ. തുടങ്ങിയേക്കാം. വിധിയിൽ വെന്തുരുകും പാട്ടൊക്കെ ഞാൻ മറന്നു. ഭീതി പിടിച്ചിരിക്കുന്നു മറ്റേ അറിഞ്ഞില്ല. ഇങ്ങനെയുള്ള പാട്ടാണ് സ്റ്റാർട്ട് ചെയ്യണ്. എന്റെ അമ്പലത്തിലെ പരിപാടിയാണ്, മനസ്സിലായോ? ചൂലം കുത്തും. എന്റെ 2.5 ലക്ഷം നീ ഇനി പ്രയർ ഒന്നുമില്ല. സോങ് ഇട്ടാ മതി. സോങ്ങിൽ നിങ്ങൾ വരുന്നു. സോങ്ങിനനുസരിച്ച് കണ്ടിന്യൂറ്റി പറയണം. ചേഞ്ച് ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡി? ആ സോങ് എന്നിട്ട് കൊടുത്തേ. നിങ്ങൾ മാനായിട്ട് ആ സമയത്ത് അവിടെ പോയില്ലേ? അല്ല മാഷ, ഞാൻ ഇച്ചിരി കൈ നിന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നീ കൈ നിടോ, കൈവിട്ട് പോവായിരുന്നാണ്. ഓക്കെ, സോങ്. ഡയലോഗ്. പ്രിയതമേ, നിന്റെ അഴിഞ്ഞു കിടക്കുന്ന കാർക്കൂന്തലിൽ ചൂടിയിരിക്കുന്ന പുഷ്പത്തിന്റെ പേരെന്താണ്? തെറ്റിയാ? സോറി മാറ്റം, ഒറ്റ പ്രാവശ്യം. മനോഹര. പ്രിയതമേ, നിന്റെ അഴിഞ്ഞു കിടക്കുന്ന കാർക്കൂന്തലിൽ ചൂടിയിരിക്കുന്ന പുഷ്പത്തിന്റെ പേരെന്താണ്? തെറ്റിപ്പോകൂടി. അല്ല, അതിപ്പോ ആർക്കായാലും തെറ്റിപ്പോവും. കാരണം നമ്മൾ ഈ സീരിയലിന്റെ ഡയലോഗാണ് ഫുള്ള് തലേ കിടക്കുന്നത്. അതിന്റെ ഈ നാടകത്തിന്റെ ഡയലോഗ് വരുമ്പോൾ ആർക്കായാലും തെറ്റിപ്പോവും. അതിപ്പോ പറഞ്ഞു എന്താണ്? അല്ല, അവള് പറഞ്ഞു ഞാൻ തെറ്റിപ്പോയെന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്കാണ് തെറ്റി, അവക്കല്ല. അവളെ തലയിൽ ചൂടിക്കുന്ന പൂവിന്റെ പേരാണ് തെറ്റിപ്പോന്ന് പറഞ്ഞത്. അതായിരുന്നാ? കുട്ടിക്ക് ടെൻഷൻ ഉണ്ട്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സെലിബ്രേറ്റ് നിൽക്കുന്നത് നമ്മൾ ടെൻഷൻ അടിക്കല്ലേ? ഞാൻ നിങ്ങളുടെ പഴയ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ. നീയാണ് കൂടുതൽ തെറ്റിക്കണത്. നീ ഇപ്പൊ കണ്ടിന്യൂറ്റി ഡയലോഗ് നോക്കിയേ. നായികയുടെ കൈ പിടിച്ച് മുത്തിയിട്ട് നീ പറയേണ്ട ഡയലോഗാണ്. പ്രിയേ, നിന്റെ വിരലുകളുടെ ഗന്ധം എന്നെ മത്ത് പിടിപ്പിക്കുന്നു. കുറച്ച് കയറ്റി പറയണം. മത്തി വറക്കുന്നല്ല, മത്ത് പിടിപ്പിക്കുന്നു. നിന്റെ വിരലുകളുടെ ഗന്ധം, ആ ഗന്ധം പോലെ കയറ്റി പറയണം. എന്നെ മത്ത് പിടിപ്പിക്കുന്നു. ഒരു നായകൻ. പ്രിയേ, നിന്റെ വിരലുകളുടെ ഗന്ധം എന്നെ മത്ത് പിടിപ്പിക്കുന്നു. എന്താടാ മനോഹര? ആചാനെ, ഇത് പഴങ്ങഞ്ഞി ഉണക്കമീനോടെ ഞാൻ ഇവിടെ അടിച്ചിട്ട് വന്നിരിക്കണ രംഗിലെ കൈ ഒന്ന് കഴുകാൻ പാടില്ല. ഇപ്പൊ എല്ലാരും കൈ കഴുകണമെന്ന് അറിയാൻ പാടില്ല, എന്നിട്ടും കൈ കഴുകാൻ നടക്കണ ദുരന്താണ് കേട്ടോ. ആചാരം മറ്റേ ബർഗർ വേണ്ടേട്ടാ. ഇത് പുഴുക്കാണ് നല്ലത്. അതും പുഴുക്ക്, ഇതും പുഴുക്ക്. ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സീൻ ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ആ വേലക്കാരന്റെ സീൻ കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് നാടകം ഒന്ന് കളിച്ചു നോക്കാം. അങ്ങനെ ഓക്കെ അല്ലേ? ടൈറ്റിലിന് സംശയമില്ല. വേലക്കാരനായിട്ട് വസന്ത.
വസന്ത അഭിനയിക്കണം വേലക്കാരൻ. ഞാനോ സ്ക്രിപ്റ്റ് മാറ്റിപ്പിടി മാറ്റിപ്പിടി. ഈ ദേശീയ അവാർഡ് മേടിച്ച എനിക്കൊക്കെ നീ ഇന്റർവ്യൂവിന് റോബർട്ടായിട്ട് വന്ന് അവിടെ നിൽക്കല്ലേ. സെക്കൻഡിൽ നീ വേറെ ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് ആർട്ടിസ്റ്റിനെ അങ്ങനെ വിളിക്കാനൊക്കെ അല്ല. ഞാൻ വേലക്കാരനൊന്നും ആയില്ലേ. അത് വേറെ ആളെ വെച്ചോ നിങ്ങൾ. വേലക്കാരൻ ഞാനാകില്ല. എടോ താനൊക്കെ എന്താ ആർട്ടിസ്റ്റ് ആണോ? എന്താണ് എടോ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഏത് കഥാപാത്രങ്ങളും ചെയ്യാൻ തയ്യാറായിരിക്കണം. അതാണ് കലാകാരൻ. ചിലപ്പോൾ നമ്മൾ കുഷ്ഠരോഗിയായിട്ട് അഭിനയിക്കണം, ചിലപ്പോൾ നമ്മൾ ഭിക്ഷക്കാരനാകണം, ചിലപ്പോൾ വേലക്കാരൻ. എന്റെയൊക്കെ എക്സ്പീരിയൻസ് വെച്ച് പറയുക, സീരിയലിലെ നാടകത്തിൽ ഏത് കഥാപാത്രവും ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം കലാകാരൻ. അതാണ് കലാകാരൻ. ഇതാണ് ആർട്ടിസ്റ്റ്. യഥാർത്ഥ കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കലാകാരൻ. അപ്പൊ മണി ആ വേലക്കാരൻ താൻ ചെയ്യും. ഞാൻ സീരിയൽ നടന്നില്ലേ, അങ്ങനെ ചുമ്മാ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേലക്കാരൻ ആരാണ്? വേലക്കാരൻ ഒരു കാര്യം ചെയ്യും. വസന്തൻ ഒരു കാര്യം ചെയ്യാവോ? വേലക്കാരൻ വേണ്ടോ സർവന്റ് ആയിട്ട് ചെയ്യാവോ? അത് തറവാടി. ഇപ്പൊ പറഞ്ഞ തറവാടി. സർവന്റാണ് ഞാൻ ഓക്കെ. അങ്ങനെയാണെങ്കിൽ സർവന്റ് ശങ്കുണ്ണി എന്ന് വിളിക്കുക. ഞാൻ വിളിക്കുന്നു. അപ്പൊ ശങ്കുണ്ണി വരും. ഓക്കെ. അപ്പൊ ശങ്കുണ്ണി അങ്ങോട്ട് പോയിക്കോളൂ. സർവന്റ് ആണ് ശങ്കുണ്ണി എന്നാണ് പേര്. വിളിക്കുമ്പോ വന്നേ ഒറ്റടിയായിരുന്നു. നിന്നെ പറയാനും അറിയാൻ പാടില്ല. എന്താണ് നീ പറഞ്ഞത്? ആശാനെ ഞാൻ ഓക്കെയാണേ. വിളിച്ച സർവന്റ് ശങ്കൂതി. സർവന്റ് അല്ല, ഞാനാണ് ശങ്കൂതിയത് ഈ അവസ്ഥയിൽ. ശങ്കുണ്ണി. സർവന്റ് ശങ്കുണ്ണി. സൗറണി ഞാൻ വേറെ കേസ് ചോദിക്കട്ടെ. കാര്യം എന്താണെന്നറിയാം, എനിക്ക് തെറ്റുന്ന എന്തെന്നറിയാമോ? കാരണം പെട്ടെന്ന് ഒരെണ്ണം അടിച്ചിട്ടാണ് ഞാൻ സാധാരണ കയറുന്നത്. അപ്പൊ അതിന്റെ എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. സ്റ്റേജിൽ കയറുമ്പോൾ മദ്യപിച്ചുകൊണ്ട് വരും. അത് റിഹേഴ്സൽ ക്യാമ്പ് ആണെങ്കിലും ഞാൻ അംഗീകരിക്കില്ല. പണ്ടത്തെ നിന്റെ സ്വഭാവം എടുക്കരുത്, സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് മദ്യപിച്ച് വരരുത്. എനിക്കത് ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? അച്ഛനെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. 10-22 വർഷക്കാലമായി നാടകം കളിക്കുന്നു മനോഹരൻ. അല്ല മനോഹരൻ, ഞാൻ ഇന്നേ വരെ 22 വർഷമായിട്ടും ഒരെണ്ണം പോലും അടിക്കാതെ ഈ മനോഹരൻ വേദിയിൽ കയറിയിട്ടില്ല. അതില്ല, ആശാൻ ഒരെണ്ണം ഒഴിച്ചു വന്നിട്ടേ മനോഹരൻ വേദിയിൽ കയറിയിട്ടുണ്ട്. നാറ്റിക്കാനാണോ? എന്നിട്ടും മദ്യപിച്ച് മതോന്മതനായിട്ട് കയറിയിട്ടും ഇന്നേ വരെ ഒരു വേദിയിൽ പോലും മനോഹരന്റെ നാക്കിൽ നിന്ന് ഒരു ഉടക്കോ ഒരു ഡയലോഗ് തെറ്റുവോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്നിട്ടും എന്തിനാശാനെ എന്നോട് ഈ അണവണക്കണ? ഡയലോഗ് പടി. ഈ ഡയലോഗ് അല്ല ഇപ്പൊ പറഞ്ഞ ഡയലോഗ് പഠിക്കാം. ശങ്കുണ്ണിയെ വിളിച്ചിട്ട് പറയാനല്ലേ? ശങ്കുണ്ണിയെ വിളിച്ച 2 പ്രാവശ്യം വിളിക്കുമ്പോ വന്നോളൂ. വസന്ത ഓക്കെ അല്ലേ? വിളി സർവന്റ് ശങ്കുണ്ണി. അത്രയും പേസ് വേണ്ടേ? ഞാനാണ് പിന്നെ എന്റെ അമ്പലത്തിൽ ആദ്യമായിട്ട് കളിക്കണാണ്. എന്നെ ചൂലം കുത്തിക്കുക. സർവന്റ് ശങ്കുണ്ണി ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് വരും, മധുരം കുറച്ച്. അത് വേലക്കാരനോട് പറഞ്ഞു, എന്നോടല്ല പറയേണ്ടത്. വേലക്കാരനകത്തുണ്ട്, ചായ എടുത്ത് അവിടെ വെച്ചേക്കും. സർവന്റ് എന്ന് അതുകൊണ്ട് കൊടുത്താൽ മതി. അത് മാത്രമേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാം. 30 വർഷത്തിൽ ആദ്യമായിട്ടാണ് എന്റെ അമ്പലത്തിൽ എനിക്കൊരു നാടകം തന്നത്. ഈ നാടകം കളിച്ചില്ല പിന്നെ ഞാൻ തൂങ്ങി ചത്താ മതി. അതിനാണ് ചെറിയൊരു പൊളി ഇന്ന് ഞാനിട്ട് റിഹേഴ്സൽ ക്യാമ്പ് ഇടുന്നത്. മനോഹരം വന്നില്ല ഇവിടെ? അച്ഛനെ എന്താ നാടകം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രൊഡ്യൂസർ ആ നടീനെ അവിടെ കാണാനില്ലെന്ന്. എവിടെ പോയി? അയാൾ അവിടെ കിടന്നോളാൻ പറഞ്ഞത്. അവിടെ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് കത്ത്? കാണാനില്ല, രണ്ടുപേരും കാണാനില്ല. ഭഗവാനെ, എന്ത് കത്താ? പ്രിയപ്പെട്ട സംവിധായക, 2.5 ലക്ഷം വെള്ളത്തിൽ പോയതായിട്ട് കരുതിക്കോളാം. ഈ നാടകം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കൈ കിട്ടിയ മുതലുമായി ഞാൻ ബോംബെക്ക് പോകുന്നു എന്ന് പ്രൊഡ്യൂസറും രംഗീലയും. എന്റെ ദൈവമേ, എന്റെ അമ്പലത്തിൽ ഈ നാട്ടുകാരോട് ഞാൻ എന്ത് പറയും? നാടകം കളിച്ചില്ലെങ്കിൽ എന്റെ അവര് ചൂലം കുത്തു ഉറപ്പാ. ആശാനെ അവിടെ ചൂലം കുത്തില്ലല്ലോ. പിന്നെ ആശാൻ സൈൻ ചെയ്യും. എങ്ങനെ സൈൻ ചെയ്യും? ആഴി പൂജയല്ലേ, കമ്മറ്റിക്കാരെ ആശാൻ എടുത്ത് ആഴിലേക്ക് ഇട്ടോളും. ദൈവമേ, ദേവിയേ. അല്ല ഇനിയിപ്പോ അവന് ഫ്ലിക്കർ അടിക്കാല്ല. ഫ്ലിക്കർ അടിച്ചോ? വെന്തുരുകും